ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലോജിക്കൽ ഫംഗ്ഷൻ ആണ്. Logical function returns one value if a condition you specify evaluates to true and other value if it evaluates to false. അതായത് നമ്മൾ എന്തെങ്കിലും ഒരു കണ്ടീഷൻ കൊടുക്കുകയാണെങ്കിൽ ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഒരു ടൈപ്പ് വാല്യൂ, ആ കണ്ടീഷൻ ഫാൾസ് ആണെങ്കിൽ മറ്റൊരു ടൈപ്പ് വാല്യൂ ആയിരിക്കും ലോജിക്കൽ ഫംഗ്ഷൻ നമുക്ക് റിട്ടേൺ ചെയ്യാം. നമ്മളൊരു കണ്ടീഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആ കണ്ടീഷൻ ശരിയായി കഴിഞ്ഞാൽ ഒരു ടൈപ്പ് വാല്യൂ, ആ കണ്ടീഷൻ തെറ്റിക്കഴിഞ്ഞാൽ ഫാൾസ് ആയി കഴിഞ്ഞാൽ മറ്റൊരു വാല്യൂ ആണ് എന്ത് ചെയ്യുക നമുക്ക് റിട്ടേൺ ചെയ്യാം ലോജിക്കൽ ഫംഗ്ഷൻ. അപ്പൊ ലോജിക്കൽ ഫംഗ്ഷനിൽ നമുക്ക് നോക്കാനുള്ളത് ഒന്ന് if ഫംഗ്ഷൻ ഉണ്ട്, ആൻഡ് ഫംഗ്ഷൻ ഉണ്ട്, ഓർ ഫംഗ്ഷൻ ഉണ്ട്, നോട്ട് ഫംഗ്ഷൻ ഉണ്ട്, ട്രൂ ഫംഗ്ഷൻ ഉണ്ട്, ഫാൾസ് ഫംഗ്ഷൻ ഉണ്ട്. അപ്പൊ നമുക്ക് ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കാനൊന്നുമില്ല, നമുക്ക് ഇതിന്റെ സിന്റാക്സ് മാത്രം എന്തോന്ന് ഒന്ന് ഫെമിലിയർ ആയാൽ മതി. നമുക്ക് ഓരോന്നിന്റെ സിന്റാക്സ് എന്താണെന്ന് നോക്കാം. ഈഫിന്റെ സിന്റാക്സ് if ലോജിക്കൽ ടെസ്റ്റ് വാല്യൂ if ട്രൂ വാല്യൂ if ഫാൾസ്. അതായത് ലോജിക്കൽ ടെസ്റ്റ് ആണ് നമ്മുടെ കണ്ടീഷൻ. അതായത് നമ്മൾ ഈഫിൽ ആ ലോജിക്കൽ ടെസ്റ്റ് ആണ് അവിടെ കൊടുക്കുന്നത് നമ്മൾ കണ്ടീഷൻ ആണ്. അപ്പൊ കണ്ടീഷൻ ശരിയാവുകയാണെങ്കിൽ അതിന് തൊട്ടടുത്ത വാല്യൂ റിട്ടേൺ ചെയ്യും, അല്ലെങ്കിൽ അതിനടുത്തുള്ള വാല്യൂ ആയിരിക്കും റിട്ടേൺ ചെയ്യുക. അതായത് നമ്മളുടെ ലോജിക്കൽ ടെസ്റ്റിന്റെ വാല്യൂ ശരിയാണെങ്കിൽ അതിന്റെ തൊട്ടടുത്തുള്ള വാല്യൂ if ട്രൂ അവിടെ കൊടുക്കുന്ന വാല്യൂ ആയിരിക്കും എന്ത് ചെയ്യുക നമുക്ക് റിട്ടേൺ ചെയ്യാം, അല്ലെങ്കിൽ വാല്യൂ if ഫാൾസിന്റെ അവിടെ കൊടുക്കുന്ന വാല്യൂ ആയിരിക്കും എന്ത് ചെയ്യുക നമുക്ക് റിട്ടേൺ ചെയ്യാം. ഇതാണ് ഈഫിന്റെ കണ്ടീഷൻ. അതായത് ലോജിക്കൽ ടെസ്റ്റ് ശരിയാണെങ്കിൽ അതിന്റെ തൊട്ടടുത്തുള്ള ആ ട്രൂ എന്ന് പറഞ്ഞ വാല്യൂ റിട്ടേൺ ചെയ്യും, അല്ലെങ്കിൽ ആ ഫാൾസിന് അവിടെ എന്താണ് കൊടുക്കുന്നത് ആ വാല്യൂ ആയിരിക്കും നമുക്ക് റിട്ടേൺ ചെയ്യാം. പിന്നെ ആൻഡിൻ്റെത് നമുക്ക് സിന്റാക്സ് ലോജിക്കൽ ടെസ്റ്റ് 1, ലോജിക്കൽ ടെസ്റ്റ് 2, അങ്ങനെ എത്രത്തോളം ലോജിക്കൽ ടെസ്റ്റിനോ അതൊക്കെ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാം. അതായത് ആൻഡിന്റെ കേസിൽ നമ്മൾ എല്ലാ ലോജിക്കൽ ടെസ്റ്റും ശരിയാണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ നമുക്ക് ട്രൂ റിട്ടേൺ ചെയ്യുള്ളൂ. എന്നാൽ ഓറിന്റെ കേസിൽ നമുക്ക് ഏതെങ്കിലും ഒരു കണ്ടീഷൻ ശരിയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും ട്രൂ റിട്ടേൺ ചെയ്യും. നോട്ടിന്റെ കേസ് നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു സംഭവം ട്രൂ എന്ന് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അത് നോട്ടിൽ എന്തായിരിക്കും അത് ഫാൾസ് ആയിരിക്കും. അതുപോലെ തന്നെ നോട്ടിന്റെ ഉള്ളിൽ നമ്മൾ എന്തെങ്കിലും ഫാൾസ് ആണ് പറഞ്ഞെടുക്കുന്നത് എന്ത് ചെയ്യും നമുക്ക് ട്രൂ ആണ് കിട്ടുക. പിന്നെ രണ്ടുള്ളതാണെന്ന് ട്രൂ ആണോ നോക്കാനും ഒന്ന് ഫാൾസ് ആണോ നോക്കാനുള്ള ട്രൂ എന്നൊരു ഫംഗ്ഷനും ഫാൾസ് എന്ന ഫംഗ്ഷനും. ഇത്രയേ ഉള്ളൂ നമുക്ക് ലോജിക്കൽ ഫംഗ്ഷൻ നോക്കാനുള്ളത്. അപ്പൊ നമുക്ക് ജസ്റ്റ് ഇതിന്റെ സിന്റാക്സ് ഒന്ന് ഫെമിലിയർ ആയാൽ മാത്രം മതി. ഈഫിന്റെ ലോജിക്കൽ ടെസ്റ്റ് വാല്യൂ if ട്രൂ വാല്യൂ if ഫാൾസ്, ആൻഡ് ആണെങ്കിൽ ലോജിക്കൽ ടെസ്റ്റ് 1 ലോജിക്കൽ ടെസ്റ്റ് 2 അങ്ങനെ പോകും. ഓർ ആണെങ്കിൽ ലോജിക്കൽ ടെസ്റ്റ് 1 ലോജിക്കൽ ടെസ്റ്റ് 2, നോട്ട് ആണെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയൊരു കണ്ടീഷൻ, പിന്നെ ട്രൂവും ഫാൾസും. ഇത്രയേ ഉള്ളത് നമുക്ക് പഠിക്കാനുള്ള ലോജിക്കൽ ഫംഗ്ഷൻസ്. ഈ ഒരു എക്സാമ്പിൾ നമ്മൾ നോക്കാൻ പോകുന്നത് ഈഫ് എന്നൊരു ലോജിക്കൽ ഫംഗ്ഷൻ ആണ്. അപ്പൊ ഞാൻ ഇവിടെ ചെക്ക് ചെയ്യാൻ പോകുന്നത് ഒരു സ്റ്റുഡന്റിന് കിട്ടിയ മാർക്ക് അത് വെച്ചിട്ട് ആ സ്റ്റുഡന്റ് പാസ്സായോ ഫെയിൽ ആയോ എന്ന് നോക്കാണ്. അപ്പൊ സ്റ്റുഡന്റിന് കിട്ടിയ മാർക്ക് 50 ആണ്. അപ്പൊ ഞാനൊരു മിനിമം വെച്ച് 40, അതായത് 40ന് മേലെ കിട്ടിയ എന്തായി അത് പാസ്സായി. അപ്പൊ നമ്മളിപ്പോ ഇവിടെ എൻ്റർ ചെയ്ത നമ്പർ 50 ആണ്. അപ്പൊ കുട്ടിക്ക് കിട്ടിയ മാർക്ക് 50 ആണ്. അപ്പൊ കുട്ടി ഷുവർ ആയിട്ട് എന്താവും പാസ്സാവും. അപ്പൊ അത് നമുക്ക് ഈഫ് വെച്ച് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. അപ്പം അതിനാദ്യം നമ്മൾ ഫോർമുല ടാബിൽ ക്ലിക്ക് ചെയ്യണം, അതിനുശേഷം ഇൻസേർട്ട് ഫംഗ്ഷനിൽ ക്ലിക്ക് ചെയ്യണം. നമ്മളിവിടെ ലോജിക്കൽ എന്ന ആ ഒരു ഫംഗ്ഷൻ ചൂസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഈഫ് ചൂസ് ചെയ്യാം. ഇവിടെ നമ്മൾ കണ്ടീഷൻ പറയാം. അപ്പം ഇത് ഈ ഒരു സെല്ല് 4 A6 ആണ്. അപ്പം A6ലെ വാല്യൂ നമ്മൾ A6ലെ വാല്യൂ ഒരു 40ൽ കൂടുതലാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, നമുക്ക് പാസ് എന്ന് പറഞ്ഞു കൊടുക്കാം, പാസ്. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം 40ൽ കുറവാണെങ്കിൽ ഫെയിൽ. അപ്പൊ നമുക്ക് ഇത് എക്സിക്യൂട്ട് ചെയ്ത് നോക്കുകയാണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, നമുക്ക് പാസ് എന്ന് കിട്ടി. ഇനി നമുക്ക് വേണേൽ വാല്യൂ മാറ്റി നോക്കി നോക്കാം. ഇവിടെ ഇപ്പം 50 ആണല്ലോ, 50ക്ക് പകരം നമുക്ക് എന്ത് കൊടുത്തു നോക്കാം, ഒരു 30 കൊടുത്തു നോക്കാം. അപ്പൊ ഇത് പാസ് ആവോ ഫെയിൽ ആവോ എന്ന് നമുക്ക് നോക്കാം. നമ്മൾ ഇൻസെർട്ട് ഫംഗ്ഷനിൽ ക്ലിക്ക് ചെയ്യുക, ഈ ലോജിക്കിൽ ക്ലിക്ക് ചെയ്യുക, ഈഫ് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് A6ലെ വാല്യൂ 40 ആണോ കണ്ടീഷൻ കൊടുക്കുക, ഇവിടെ പാസ് കൊടുക്കുക, ഫെയിൽ എന്ന് കൊടുക്കുക. അപ്പൊ നമുക്ക് എന്താവും, നമുക്ക്
ഫെയിൽ എന്ന് കിട്ടും. കാരണം നമ്മൾ കൊടുത്തത് എൻ്റർ ചെയ്ത മാർക്ക് 30 ആയിരുന്നു, അത് 40ലും കുറവായിട്ട് എന്ത് നമുക്ക് ഫെയിൽ ഉണ്ട്. ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻഡിൻ്റെതും ഓറിൻ്റെതും നോട്ടിൻ്റെതും ട്രൂവിൻ്റെതും ഫാൾസിൻ്റെ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ നമുക്ക് ചെയ്ത് നോക്കാം.